ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സബ്സ്റ്റേഷൻ്റെ നെക്സ്റ്റ് പാർട്ട് 4 പോൾ മൗണ്ടഡ് ആൻഡ് പ്ലിന്ത് മൗണ്ടഡ് സബ്സ്റ്റേഷൻ. ഇപ്പോൾ നമ്മൾ സബ്സ്റ്റേഷൻ നമ്മൾ പറഞ്ഞു, സ്റ്റെപ്പ് അപ്പ് സബ്സ്റ്റേഷൻ, പ്രൈമറി ഗ്രിഡ് സബ്സ്റ്റേഷൻ, സെക്കൻഡറി ഗ്രിഡ് സബ്സ്റ്റേഷൻ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ. ഈ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനാണ് നമ്മൾ പോൾ മൗണ്ടഡ് അല്ലെങ്കിൽ പ്ലിന്ത് മൗണ്ടഡ് സബ്സ്റ്റേഷനൊക്കെ ആയിട്ട് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 11 kV സപ്ലൈ നമ്മൾ കൺസ്യൂമർക്ക് ലൈറ്റിങ്ങിനും പവറിനും വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 11 kV നമ്മൾ 415 വോൾട്ട് ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന ഒരു സബ്സ്റ്റേഷനാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഔട്ട്ഡോറിലാണ് ഇറക്റ്റ് ചെയ്യുന്നത് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ പിക്ചർ നോക്കിയാൽ 2 പോസ്റ്റ്, അതിൻ്റെ മുകളിൽ ക്രോസ്, അതിൻ്റെ മുകളിൽ നമ്മൾ ട്രാൻസ്ഫോർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്യൂസ് ഉണ്ട്, പിന്നെ അതുപോലെ ഈ ക്രോസ് ആമ്പിൽ നമ്മൾ ലൈറ്റിനിങ് അറസ്റ്റ്, പിന്നെ എയർ ബ്രേക്ക് സ്വിച്ച്, AB സ്വിച്ച്, പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫ്യൂസ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 പോസ്റ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ 4 പോസ്റ്റിൻ്റെ മുകളിൽ ഇറക്റ്റ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ എക്യുപ്മെൻറ്റ്സിനെയാണ് നമ്മൾ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത്. 2 പോസ്റ്റിൻ്റെ മുകളിൽ ഇറക്റ്റ് ചെയ്യുന്ന സബ്സ്റ്റേഷൻ നമ്മൾ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഈ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞു. അത് നമ്മൾ 11 kV ബാർ 415 വോൾട്ടാണ്. അതിൻ്റെ പ്രൈമറി കണക്ഷൻ വന്നിട്ട് ഡെൽറ്റയും സെക്കൻഡറി കണക്ഷൻ സ്റ്റാർ കണക്ഷനും ആയിരിക്കും. ഇപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് നമ്മൾ നെയിം പ്ലേറ്റിൽ നോക്കിയാൽ 433.3 വോൾട്ടാണ് ആക്ച്വലി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഇറക്റ്റ് ചെയ്യുന്ന H പോൾ അല്ലെങ്കിൽ 2 പോളിലായിരിക്കും, അല്ലെങ്കിൽ 4 പോൾ സ്ട്രക്ചറിലായിരിക്കും. അപ്പോൾ ഈ 11 kV ലൈൻ കണക്ട് ചെയ്യുന്ന ട്രാൻസ്ഫോമറിലേക്ക് നമ്മളൊരു AB സ്വിച്ച് ഉണ്ടാവും, പിന്നെ ഫ്യൂസുകൾ ഉണ്ടാവാം, പിന്നെ നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ 200 kV വരെയുള്ള ട്രാൻസ്ഫോമറാണ് നമ്മൾ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷനായിട്ട് ഇറക്റ്റ് ചെയ്യുക. അപ്പോൾ 200 kVA വരെയുള്ള ട്രാൻസ്ഫോമറാണ് പോൾ മൗണ്ടഡിൽ. ഓക്കെ, അപ്പോൾ 250 ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏകദേശം പ്ലിന്ത് മൗണ്ടഡ് സബ്സ്റ്റേഷനിലേക്ക് വരും. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇതിൻ്റെ വോൾട്ടേജ്, സെക്കൻഡറി വോൾട്ടേജിൽ പ്രൈമറിയിൽ നമ്മൾ 3 കണക്ഷൻ ആയിരിക്കും, ഡെൽറ്റ ആയതുകൊണ്ട് 3 ഫേസ് ആണ് വരുന്നത് 11 kV. സെക്കൻഡറി നമ്മൾ സ്റ്റാർ നമ്മൾ ഒരു സ്റ്റാർ പോയിന്റ് നമ്മൾ എർത്ത് ചെയ്യും. ആ എർത്ത് ചെയ്യുന്ന പോയിന്റ് നമ്മൾ ന്യൂട്രലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബാക്കി 3 ഫേസ്, അപ്പോൾ നമുക്കറിയാം ലൈൻ വോൾട്ടേജ് സ്റ്റാർ കണക്ഷൻ ആയതുകൊണ്ട് ലൈൻ വോൾട്ടേജ് ഉണ്ടാവും, ഫേസ് വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ലൈൻ വോൾട്ടേജ്, 2 ലൈനുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് 415 വോൾട്ടേജും ഫേസ് വോൾട്ടേജ്, അതായത് ലൈനും ഫേസും ന്യൂട്രൽ നമ്മളെ വോൾട്ടേജ് 240 വോൾട്ടും ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഡൊമസ്റ്റിക് കസ്റ്റമർക്കൊക്കെ നമുക്ക് 240 വോൾട്ടാണ് വരുന്നത്. ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ വലിയ വീടുകൾക്ക് ഒരു 5000 വാട്ടിന് മുകളിലുള്ള വീടുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ 415 വോൾട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ 2 പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് നമ്മൾ ക്രോസ് ആം എന്ന് പറയും. ഈ ക്രോസ് ആമിൻ്റെ മുകളിലാണ് നമ്മൾ ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറാണ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ നമ്മൾ പറഞ്ഞു അതിൻ്റെ പ്രൈമറി വോൾട്ടേജ് 11 kV, അപ്പോൾ 3 ലൈനാണ് വരുന്നുള്ളൂ. സെക്കൻഡറി നമ്മൾ സ്റ്റാറാണ്, അപ്പോൾ 4 ലൈൻ വരും, 3 ഫേസ് വരും, ന്യൂട്രലും. പിന്നെ അതിൻ്റെ മുകളിൽ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് ആമിൽ നമ്മൾ 3 ഫ്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്യൂസിന് നമ്മൾ ഹോൺ ഗ്യാപ്പ് ഫ്യൂസ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ് എന്ന് പറയും. പിന്നെ അതുപോലെ ഇവിടെ നമ്മളൊരു AB സ്വിച്ച് നമ്മൾ കൊടുക്കുന്നത്, എയർ ബ്രേക്ക് സ്വിച്ച്, അതായത് ഇതിലേക്ക് വരുന്ന കണക്ഷന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AB സ്വിച്ച്. ഇതിൻ്റെ ഈ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന നേരെ താഴേക്ക് ഒരു ലിവർ ഉണ്ട്, ഒരു പൈപ്പ് ഇറങ്ങിയിട്ട് ഇവിടെ നമ്മൾ ലിവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിവർ വലിച്ചുകൊണ്ട് ഈ ബ്രേക്കർ എയർ ബ്രേക്ക് സ്വിച്ച് നമ്മൾ ഓപ്പൺ ആവും. പിന്നെ നമുക്ക് ലൈറ്റിനിങ്, അതായത് ഇടിമിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ടോപ്പിലായിട്ട് അല്ലെങ്കിൽ ലൈൻ കയറുന്ന കൊടുത്ത് നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു 2 പോൾ. അപ്പോൾ ഈ പോളിൽ നമ്മൾ മൗണ്ട് ചെയ്യുന്നത് നമ്മൾ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറയാം. പിന്നെ അതുപോലെ സെക്കൻഡറിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് LTDB ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ നമ്മൾ 11 kV ലൈന് അതിൻ്റെ ഫസ്റ്റ് വരുന്ന എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് അറസ്റ്റ് ആയിരിക്കും, പിന്നെ ഫ്യൂസ് വരുന്നു, പിന്നെ എയർ ബ്രേക്ക് സ്വിച്ച് വരുന്നു, പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ LT സൈഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ ട്രാൻസ്ഫോമറിൽ ഇതുണ്ടാവില്ല. ഓക്കെ, പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ ലൈന് പോയിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു സിംഗിൾ ലൈൻ ഡയഗ്രാം. പിന്നെ ഇത് ലേ ഔട്ട് ആൻഡ് സ്കീമാറ്റിക് കണക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മളതിൻ്റെ ലേ ഔട്ട്, ഇതിൻ്റെ സ്കീമാറ്റിക് കണക്ഷനാണ്. നമുക്ക് വേറെ രീതിയിൽ ഇതേ പിക്ചർ തന്നെയാണ്, നമ്മൾ വേറെ രീതിയിലാണെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലും നോക്കിയാൽ നമുക്കറിയാം 2 പോസ്റ്റുകൾ, മുകളിൽ നമ്മൾ സപ്ലൈ എൻ്റർ ചെയ്യുന്നത് ലൈറ്റ്നിങ് അറസ്റ്റ്, പിന്നെ താഴെ നമ്മൾ ഡിസ്ക് ഇൻസുലേറ്റർ, അത് പിന്നീട് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ നമ്മളതിൻ്റെ പ്രൈമറി സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്യൂസ് ഉണ്ട്, അതിന് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ് എന്ന് പറയും.
പിന്നെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസൊലേറ്റർ അല്ലെങ്കിൽ എയർ ബ്രേക്ക് സ്വിച്ച് എന്ന് പറയും. പിന്നെ ഇവിടെ നമ്മൾ OCB വഴി അല്ലെങ്കിൽ ഫ്യൂസ് വഴി നമ്മൾ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കും വീടുകളിലേക്കൊക്കെ. പിന്നെ AB സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് ഹാൻഡിലും ഉണ്ടാവും. അപ്പോൾ വീണ്ടും അതിൻ്റെ സെയിം നമ്മളെ പാറ്റേണിലുള്ള സിംഗിൾ ലൈൻ ഡയഗ്രാം, നല്ല സ്കിമാറ്റിക് കണക്ഷൻ, ലൈറ്റിനിങ് അറസ്റ്റർ, ഫ്യൂസ്, AB സ്വിച്ച്, ട്രാൻസ്ഫോമർ, OCB, പിന്നെ 2 ലൈനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ കമ്പോണൻറ്റ് നമ്മൾ ഈ പറഞ്ഞ സാധനം തന്നെ. ഒന്ന് നമ്മൾ ട്രാൻസ്ഫോമർ, പിന്നെ ദെൻ ലൈറ്റിനിങ് അറസ്റ്റർ, പിന്നെ ഗ്യാങ് ഓപ്പറേറ്റർ സ്വിച്ച് അല്ലെങ്കിൽ എയർ ബ്രേക്ക് സ്വിച്ച്, പിന്നെ ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ് ഓർ ഹോൺ ഗ്യാപ്പ് ഫ്യൂസ്, സെക്ഷൻ ഫ്യൂസ്, ഇൻസുലേറ്റർ, സ്ട്രക്ചർ, എർത്തിങ്, ആൻറ്റി ക്ലൈംബിംഗ് ഡിവൈസ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഒന്ന് നമ്മൾ ലൈറ്റിനിങ് അറസ്റ്റർ. അപ്പോൾ ഇതാണ് നമ്മൾ ലൈറ്റിനിങ് അറസ്റ്റർ. ലൈറ്റിനിങ് അറസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ എക്യുപ്മെൻറ്റിനെ ലൈറ്റ്നിങ് ഇടിമിന്നിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊരു ഫീഡർ സബ്സ്റ്റേഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റർ കൂടെ ആയിരിക്കും. അതുപോലെ ഫീഡർ ഔട്ട് പോകുന്നതും നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റർ. അതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഈ സപ്ലൈ കയറുന്ന നമ്മൾ എപ്പോഴും ലൈറ്റ്നിങ് അറസ്റ്റർ ആയിരിക്കും. ഇതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ കാണുന്ന ലൈറ്റ്നിങ് അറസ്റ്റർ. ഇതേപോലത്തെ 3 എണ്ണം ഉണ്ടാവും 3 ഫേസിൽ. അതിൻ്റെ ഒരു എൻഡ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, മറ്റേ എൻഡ് നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത് ഗ്യാങ് ഓപ്പറേറ്റഡ് എയർ ബ്രേക്ക് സ്വിച്ച്. ഗ്യാങ് ഓപ്പറേറ്റഡ് എയർ ബ്രേക്ക് സ്വിച്ച്. ഈ ഗ്യാങ് ഓപ്പറേറ്റഡ് എയർ ബ്രേക്ക് സ്വിച്ച് എന്ന് വെച്ചാൽ 3 ഫേസിൽ ഉണ്ടാവും. അപ്പോൾ ഇത് ഒറ്റയടിക്കാണ് നമ്മൾ ഈ ലിവർ വലിച്ചാൽ 3 ഓപ്പൺ ആകുന്നത്. അതുകൊണ്ട് നമ്മൾ ഗ്യാങ് ഓപ്പറേറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻസുലേഷൻ, ഇത് ഓപ്പൺ ആയിട്ടാണ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എയർ ആണ്. അതുകൊണ്ട് AB സ്വിച്ച്, എയർ ബ്രേക്ക് സ്വിച്ച്, നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് എയർ ബ്രേക്ക് സ്വിച്ച് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ 3, ഇത് ഒരു ഫേസിലൊരു സാധനമാണ്. അപ്പോൾ ഈ 3 ഫേസിൽ അതിൽ ഒന്നാണത്. അപ്പോൾ ഇവിടെ 2 ഫിക്സഡ് ഇൻസുലേറ്റർ ഉണ്ട്. ഈ നടുവിലുള്ള നമ്മൾ മൂവബിൾ ആണ്. ഇതിൻ്റെ ഇവിടെ മെയിൽ സോക്കറ്റും ഫീമെയിൽ കണക്ടറും ഉണ്ട്. ഇവിടെ നമ്മൾ ബെൽറ്റ് ഇട്ട് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ലിവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഇൻസുലേറ്റർ ഇങ്ങോട്ട് തുറക്കുമ്പോൾ നമ്മൾ ഈ കണക്ഷൻ നമ്മൾ വിടും. ഓക്കെ, അപ്പോൾ ആ വിടുമ്പോൾ നമ്മൾ കറക്റ്റ് നമുക്ക് കാണാം ഇത് ഐസൊലേറ്റ് ആയോ എന്ന്. ഓക്കെ, അപ്പോൾ ഈ AB സ്വിച്ചിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ ലോഡിലാണിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ സബ്സ്റ്റേഷൻ പഠിച്ചപ്പോൾ ഐസൊലേറ്റർ പറഞ്ഞു. ഐസൊലേറ്റർ നമ്മൾ വിത്തൗട്ട് ലോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 2 എണ്ണം ഇതുണ്ടല്ലേ, ഇത് 2 നമ്മൾ ഹൊറിസോണ്ടലും ഇത് വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ട് AB സ്വിച്ചുകളാണ്. ഓക്കെ, ഇപ്പോൾ ഈ AB സ്വിച്ചിൻ്റെ ഈ കണക്ഷൻ നമ്മൾ ജമ്പർ എന്നാണ് പറയുന്നത്. ജമ്പർ. ഓക്കെ, അടുത്തത് DO ഫ്യൂസ് അല്ലെങ്കിൽ സിങ് ഔട്ട് ഫ്യൂസ് എന്ന് പറയും. ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ് അല്ലെങ്കിൽ സിങ് ഔട്ട്. ഈ ഫ്യൂസിൽ നമ്മളിതിൽ ഇൻസുലേറ്റർ ഉണ്ടാവും. ഇൻസുലേറ്ററിൻ്റെ 2 കണക്ഷൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു പൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പൈപ്പിൻ്റെ ഒരു സൈഡ് നമ്മൾ ഒരു വിജാഗിരി പോലെ വെച്ചിട്ടുണ്ട്. ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഫ്യൂസ് വയർ കെട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രൈമറി സൈഡിൽ നമുക്ക് കറണ്ട് വളരെ കുറവായിരിക്കും. ഒരു 100 kVA ഒക്കെ ആണെങ്കിൽ നമ്മളൊരു 5 ആമ്പിയർ അല്ലെങ്കിൽ 10 ആമ്പിയർ താഴെയുള്ള ഫ്യൂസേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഫ്യൂസിൻ്റെ പ്രത്യേകത നമ്മൾ പോസ്റ്റിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ട്രാൻസ്ഫോമറിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഫ്യൂസ് വയർ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്യൂസ് എന്തെങ്കിലും കാരണവശാൽ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് താഴേക്ക് വീണ് കിടക്കും. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ ഫ്യൂസ് പോയോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ ഈ ഫ്യൂസ് പോകുന്നതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ്. അതുകൊണ്ടാണ് അതിന് ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ DO ഫ്യൂസ് പോയ നമുക്ക് ലക്ഷണം, ഇപ്പോൾ നമ്മൾ ചില വീടുകളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫാക്ടറിയിൽ നമുക്കറിയാം ഈ 2 ലൈനിൽ വോൾട്ടേജ് കുറവും 1 ലൈനിൽ നോർമൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ അത് ഏതോ ഒരു ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ് പോയതാണ്. അല്ലെങ്കിൽ പ്രൈമറി സൈഡിൽ ഒരു ഫ്യൂസ് പോയതിൻ്റെ ലക്ഷണമാണ് 2 ലൈനിൽ വോൾട്ടേജ് കുറവും 1 ലൈനിൽ റേറ്റഡ് വോൾട്ടേജും ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിംറ്റം കാണിച്ചാൽ ഒരാൾ വിളിച്ച് പറയുകയാണ് 2 ലൈനിൽ വോൾട്ടേജ് കുറവുണ്ട്, 1 ലൈനിൽ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാം അതിൻ്റെ പ്രൈമറി സൈഡിൽ ഒരു ഫേസ് കിട്ടുന്നില്ല. അത് ഒരുപക്ഷെ ഫ്യൂസ് പോയതാവാം, അല്ലെങ്കിൽ പ്രൈമറിൽ ജമ്പർ പോയതാവാം, അങ്ങനത്തെയൊക്കെ ആവാം. ഓക്കെ, അടുത്ത ഹോൺ ഗ്യാപ്പ് ഫ്യൂസ്. അപ്പോൾ ഈ ഡ്രോപ്പ് ഔട്ട് ഫ്യൂസിൻ്റെ അതേ സ്ഥാനത്ത് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹോൺ ഗ്യാപ്പ്. 2 കോപ്പറിൻ്റെ റോഡുണ്ട്. ഈ റോഡിലാണ് നമ്മൾ ഫ്യൂസ് വയർ നമ്മൾ കെട്ടുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വെക്കുന്നതാണ് സാധനം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഹോൺ ഗ്യാപ്പിൻ്റെ ഇത് വരുന്നത് നമ്മൾ ഫ്യൂസ് മെൽറ്റ് ആകുമ്പോൾ ഇവിടെ നമ്മൾ ആർക്ക് ഉണ്ടാവും. ഓക്കെ, ഒരു സ്പാർക്കിംഗ് ആർക്ക് ഉണ്ടാവും. ഈ ആർക്ക് നമ്മൾ മെൽറ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഔട്ടിലേക്കാണ് സഞ്ചരിക്കുക. അപ്പോൾ ഈ പുറത്തേക്ക് ആർക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് വെച്ചാൽ അതിൻ്റെ ലെങ്ത്ത് കൂടി വന്നിട്ട് ആർക്ക് കൊഞ്ചാവും. അതായത് അത് കത്താണ്ട് അതങ്ങനെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ഷേപ്പിൻ്റെ ആവശ്യം വെച്ചാൽ ഇവിടെ നമ്മൾ സ്പാർക്ക് ഉണ്ടായി ഈ പുറത്തേക്ക് വരുമ്പോഴത്തേനും അതിൻ്റെ ഇത് ആകൃതി സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടിയിട്ട് ആർക്ക് ലെങ്ത്ത് കൂടിയിട്ട് ആ ആർക്ക്
കൊഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഹോൺ ഗ്യാപ്പ് ഫ്യൂസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇൻസേർട്ടിൻ്റെ പ്രത്യേകത നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതും ഇതിൻ്റെ മുകളിലൊരു മെറ്റാലിക് ക്യാപ്പ് ഉണ്ട്. ഈ ഇങ്ങനത്തെ ഇൻസുലേറ്റർ നമ്മൾ പോസ്റ്റ് ഇൻസുലേറ്റർ എന്നാണ് പറയുക. അതായത് ഒരു ഇൻസുലേറ്റർ, അതിൻ്റെ മുകളിൽ മെക്കാനിക്കൽ ക്യാപ്പ്, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂ ഉണ്ടെങ്കിൽ നമ്മളതിനെ ഹോൺ ഗ്യാപ്പ് ഫ്യൂസ് എന്ന് പറയും. ഓക്കെ, സോറി. അടുത്ത് ഈ പോൾ മൗണ്ട് സബ്സ്റ്റേഷൻ നമ്മൾ പല തരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 പോസ്റ്റ്, ഇതേപോലെ ട്രാൻസ്ഫോമർ, ഇതിൻ്റെ LT ലൈനുകൾക്ക് പോകാൻ 2 സൈഡിലേക്കും പോകുന്നത്. പിന്നെ ഇത് നോക്കിയാൽ അറിയാം 3 കണക്ഷൻ വരുന്നുണ്ട് അല്ലേ. ഈ 3 കണക്ഷൻ ഇവിടെ നമ്മൾ AB സ്വിച്ച് ഉണ്ട്, ഇവിടെ നമ്മൾ ഫ്യൂസ് ഉണ്ട്, സോറി ഇത് ഫ്യൂസ്, അതിന് ഇത് അപ്പുറത്തെ ഭാഗത്താണ് എന്ന് നോക്കിയാൽ അവിടെ ലൈറ്റ്നിങ് അറസ്റ്റർ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതും അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ, മുകളിൽ AB സ്വിച്ച്, ലൈറ്റ്നിങ് അറസ്റ്റർ ഇവിടെ വരുന്നുണ്ട്, ഇവിടെ നമ്മൾ ഫ്യൂസ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ LTക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ടെർമിനൽ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സൈഡിലേക്ക് നമുക്ക് ഇത് വലിച്ചു കെട്ടാൻ വേണ്ടി സ്റ്റേ ഉണ്ട്. പിന്നെ ഇൻസുലേറ്റർ, ഓക്കെ, പിന്നെ ഇൻസുലേറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതും സെയിം അത് തന്നെ. അപ്പോൾ ഇത് 3 ഒരു പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷനാണ്. ഇനി അടുത്ത് പ്ലിന്ത് മൗണ്ടഡ് സബ്സ്റ്റേഷൻ. ഇപ്പോൾ നമുക്ക് പറഞ്ഞു പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ 200 kVA വരെയാണ്. 200 kVAക്ക് മുകളിലുള്ള ട്രാൻസ്ഫോമർ നമ്മൾ ഇതിൻ്റെ മുകളിൽ ക്രോസ് ആം വെച്ചിട്ട് കൊടുക്കാൻ വെയിറ്റ് താങ്ങില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും, നമ്മളൊരു തറ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെയുള്ളത് നമ്മൾ പ്ലിന്ത് മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറയും. ഇത് സാധാരണയായിരിക്കും ഒരു 250 kVA അല്ലെങ്കിൽ 300, 315 kVA അല്ലെങ്കിൽ 500 kVA വരെയൊക്കെയാണ് നമ്മൾ ഈ പ്ലിന്ത് മൗണ്ടഡ് സബ്സ്റ്റേഷൻ നമ്മൾ കൊടുക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. ഐസൊലേറ്റർ ഉണ്ട്, ലൈറ്റിംഗ് അറസ്റ്റർ ഉണ്ട്, പ്രൈമറി സൈഡിൽ HG ഫ്യൂസ് ഉണ്ട്, പിന്നെ സെക്കൻഡറിയിലെ സെക്ഷൻ ഫ്യൂസുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ അതിൻ്റെ പ്ലാനും ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന നമ്മൾ 3 പിൻ ഇൻസുലേറ്ററാണ്. then ഇവിടെ ലൈറ്റ്നിങ് അറസ്റ്റ് വരുന്നു, പിന്നെ ഇവിടെ ഐസൊലേറ്റർ വരുന്നു, ഐസൊലേറ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ ലിവർ ഈ ഭാഗത്തുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഫ്യൂസ്, പ്രൈമറി സൈഡിലെ ഫ്യൂസ്, അതായത് DO ഫ്യൂസ് വരുന്നു. ദെൻ ട്രാൻസ്ഫോമർ വരുന്നു. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡറിയിൽ നമ്മളിവിടെ ഒരു ടെർമിനൽ ബോക്സ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സെക്ഷൻ ഫ്യൂസുകളുണ്ടാവും. അവിടെ നമ്മൾ ഓരോ സൈഡിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് 3 ഫേസ് ന്യൂട്രലും. പിന്നെ അതുപോലെ അതിൻ്റെ ന്യൂട്രൽ നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂട്രൽ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിലെ ന്യൂട്രൽ നമ്മൾ 2 സെപ്പറേറ്റ് എർത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ നമ്മൾ ചില വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് വോൾട്ടേജ് ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില സമയത്ത്. ഓക്കെ, അതായത് ഒരു ലൈനിലെ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ നമുക്ക് ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ 3 ഫേസും അതിൻ്റെ ന്യൂട്രൽ നമ്മൾ ലൂസായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ട്രാൻസ്ഫോമറിൻ്റെ ഇടിമിന്നലോ എന്തെങ്കിലും സംഭവിച്ച് ന്യൂട്രൽ ചിലപ്പോൾ ലൂസാവും അല്ലെങ്കിൽ കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ വോൾട്ടേജ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ 2 ലൈനിൽ വോൾട്ടേജ് കുറവും 1 ലൈനിൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സെക്ഷൻ DO ഫ്യൂസ് പോയതാണ്. അതുപോലെ 3 ഫേസിലെ വോൾട്ടേജ് നമ്മൾ കൂടിയും കുറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ എർത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് വ്യൂ നോക്കാം. ഇപ്പോൾ നമ്മൾ 2 പോസ്റ്റ് ഉണ്ട്. ഈ മുകളിൽ നിന്ന് കാണുന്ന നമ്മൾ ലൈൻ വരുന്ന ഡിസ്ക് ഇൻസുലേറ്റർ ആണ്. അവിടുന്ന് ഒരു ജമ്പർ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ലൈറ്റ്നിങ് അറസ്റ്റിലേക്കാണ് കണക്ഷൻ കൊടുക്കുന്നത്. ദെൻ അവിടെ നമ്മൾ എയർ ബ്രേക്ക് സ്വിച്ചിലേക്ക് AB സ്വിച്ചിലേക്ക് വരുന്നു. AB സ്വിച്ച് നമുക്ക് നേരെ അടുത്തൊരു ജമ്പർ വെച്ചിട്ട് നമ്മുടെ DO ഫ്യൂസിൽ ഡ്രോപ്പ് ഔട്ട് ഫ്യൂസിലേക്ക് വരുന്നു. അവിടെ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് കൊടുക്കുന്നു. ദെൻ അതിൻ്റെ സെക്കൻഡറി നമ്മൾ നേരെ ഒരു ബോക്സിലേക്ക്, അവിടെ നമ്മൾ സെക്ഷൻ ഫ്യൂസുകളുണ്ട്. പിന്നെ നമ്മൾ ഓരോ ലൈനിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ലൈനിലേക്ക് പോകുന്നു. പിന്നെ ഇത് നമുക്ക് അതിൻ്റെ സ്റ്റേ ആണ്. ഇവിടെ നമ്മൾ ഇത് കാണുന്ന സ്റ്റേ ഇൻസുലേറ്റർ ആണ്. ഇതിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് കാണാം. പ്രൈമറി സൈഡിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ, എയർ ബ്രേക്ക് സ്വിച്ച്, ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ്, പിന്നെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ നമുക്ക് കാണാം. 11,000 ബാർ 433 വോൾട്ട് DY11. അതായത് DY11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി അതിൻ്റെ ഡെൽറ്റ ആയിരിക്കും, സെക്കൻഡറി സ്റ്റാർ ആയിരിക്കും. 11 എന്ന് പറഞ്ഞാൽ പ്രൈമറിയും സെക്കൻഡറി വോൾട്ടേജ് നമ്മളെ ഫേസ് ഷിഫ്റ്റാണ്. അതുപോലെ നമ്മൾ സെക്കൻഡറി നമ്മൾ സ്റ്റാറിൽ നമ്മൾ 2 എർത്തിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 എർത്തിങ് നമ്മൾ ചെയ്യുന്നു. പിന്നെ നേരത്തെ LTയിലേക്ക് വരുന്നു. LTയിലുള്ള ഫ്യൂസ് അല്ലെങ്കിൽ MCCB ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ. അപ്പോൾ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റ് ഫസ്റ്റ് സപ്ലൈ വരുന്നത് ലൈറ്റ്നിങ് അറസ്റ്റിൽ, പിന്നെ AB സ്വിച്ച്, എയർ ബ്രേക്ക് സ്വിച്ച്, പിന്നെ DO ഫ്യൂസ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ്, ട്രാൻസ്ഫോമർ ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമറാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ?